അല്ല ഒഴിച്ചു കാഴ്ച കൊണ്ടു കൊടുത്തല്ലോ. വീട്ടിലുള്ളവരെല്ലാവരും വന്നോ? നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം വന്നോ? സഹോദരിമാരെ കുടുംബാംഗങ്ങൾ നിങ്ങൾ ഈ വഴി ഒഴിഞ്ഞിട്ട് പുറകിലോട്ട് മാറി. ഈ സൈഡിലോട്ട് വന്ന് നിൽക്കാം. മത്തിച്ചാക്കോ കഴിഞ്ഞു പോയി. പ്രാർത്ഥിച്ച ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഭവനത്തിൽ നടന്ന ശുശ്രൂഷകളെ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചു. എല്ലാ ദൈവമക്കൾക്കും തങ്ങളെ വണക്കി ദൈവസനിൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി പി ജോൺസൺ പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കി ദൈവസനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രിയമുള്ളവർക്കായി കടന്നു വരാൻ ദൈവമിടയാക്കി. ദീർഘകാലം ഈ ദേശത്തെ ജീവിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി മാതൃകയോടെ കർത്താവിന്റെ ജീവിതം നയിപ്പാനിടയാക്കിയല്ലോ. അതിനുശേഷം ദൈവം തനിക്ക് വെച്ച പ്രത്യാശയിലേക്ക് വന്നുചേരുവാൻ ദൈവം കൊടുത്ത നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല പൊരുതി ഓട്ടം നികത്താൻ വിശ്വാസം കാത്തു ജീവിപ്പാനിടയാക്കി. കർത്താവെ, വേദപുസ്തകത്തിൽ പറയുന്ന പോലെ ഭവനത്തിലെ ശുശ്രൂഷകൾ പ്രസംഗത്തിന് ശേഷം ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്തു എന്നുള്ളതുപോലെ ഇന്ന് ദൈവമക്കൾ ഒത്തിരി വെച്ച് കടന്നു വന്ന് ഈ പ്രിയ മാതാവിന്റെ ഈ ഭൗതിക ശരീരം സംസ്കാരിക്കാനായി കടന്നു വന്നിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം പകരണമേ. ദൈവം ഈ കുടുംബങ്ങളെ ആശ്വസിക്കണമേ. കർത്താവിന്റെ മകളുടെ ജീവിത നിമിത്തം ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ശുശ്രൂഷകളെ ദൈവം ആദരിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മണ്ണയമാവീ ഉലകിൽ കാൺമതുമായ മണ്ണയമാവീ ഉലകിൽ കാൺമതുമായ വൻമണിമാതന സുഗന്ധം സകലവുമായ വൻമണിമാതന സുഗന്ധം സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ ഉള്ളിലെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ ഉള്ളിലെ പോലെ ഇന്നു കണ്ടു നാളെ വാഴും പൂക്കളെ പോലെ ഇന്നു കണ്ടു നാളെ വാഴും പൂക്കളെ പോലെ. അവനത്തിലെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാരംഭ നിമിഷത്തിൽ ഈ സെമിത്തേരി നടക്കുന്ന ശുശ്രൂഷകളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും
ഇതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്തു. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗങ്ങൾ ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ബെനാൻസ് നിർവഹിക്കും. അഞ്ചൽ സെക്ഷന്റെ പ്രസിഡന്റ് പാസ്റ്റർ തോമസ് മാത്യു, പാസ്റ്റർ ജെ ജോൺസൺ, മറ്റ് കർത്താവിദാസന്മാർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായി പാസ്റ്റർ ജെ ജോൺസൺ ചില വാക്കുകൾ സംസാരിക്കും. ഈ ലോകത്തിൽ ജീവിച്ച് നമ്മളോട് ആരാധന ഈ ജനതയിൽ നാം സത്യവും ചെയ്യുവാൻ തിരുമുൻപാകത്തിരിക്കുമ്പോൾ ദൈവിക സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യന്റെ ജീവിതം കല്ലറകളിൽ ഒതുങ്ങുന്നതല്ല എന്ന് നാം ദൈവത്തിലൂടെ കേൾക്കുവാൻ ഇടയായി. മധ്യനെ മണ്ണിൽ നിന്ന് എടുത്തു എങ്കിലും മണ്ണിലേക്ക് അവൻ തിരികെ ചേർക്കപ്പെടേണ്ടതുണ്ട്. കല്ലറ ഒരിക്കലും അവനെ അടക്കി വയ്ക്കില്ല. ഹേ മരണമേ, നിന്റെ വിഷമുള്ളത് എവിടെ എന്നുള്ള ആർപ്പിന്റെ തുണിയോടുകൂടെ പുനരുദ്ധാനത്തിന്റെ ദിവസത്തിൽ അവൻ പുറത്തു വന്നേ മതിയാകുള്ളൂ. കർത്താവിനെ എതിരേൽപ്പാൻ അവൻ എടുക്കപ്പെട്ടേ മതിയാകുള്ളൂ. ഇതാണ് ദൈവജനത്തിന്റെ വിശുദ്ധന്മാരുടെ പ്രത്യാശ. ഒരു വാക്യവും വായിച്ച് ദൈവസന്നിധിയിൽ വാക്കുകൾക്ക് പരിഗണന ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തനായ ദാനിയേലിനോട് സർവശക്തനായ ദൈവം പറഞ്ഞ ദാനിയേലിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിച്ച് ഞാൻ വാക്കുകൾക്ക് പരിഗണന. നീയോ അവസാനം വരുവോളം ഉൾക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരിയിലേക്ക് ഇടുവാൻ എഴുന്നേറ്റ്. പ്രിയ മാതാവേ, ഞങ്ങൾക്ക് മുൻപേ നല്ല സാക്ഷ്യം കൊണ്ട് അങ്ങ് പ്രത്യാശ വെച്ച കർത്തൃസന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കേൾക്കുമ്പോ അങ്ങ് ഉയർത്തെഴുന്നേൽക്കും, അത് സുനിശ്ചിതമാണ്. അന്ന് ജീവനോടെ ശേഷിച്ചിരിക്കുന്ന ഞങ്ങളും രൂപാന്തരപ്പെട്ട്, അല്ല ഭക്തന്മാർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് എതിരേൽപ്പാൻ ഇടവരത്തെ ലഘുവായ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചത് നിത്യത എന്ന ദീർഘ ആ യുഗായുഗമായുള്ള വാസത്തിനായി തയ്യാറെടുത്തിരിക്കുന്ന പ്രിയ മാതാവിനായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് തന്റെ നല്ല ഓർമ്മകളുടെ മുൻപാകെ വണക്കം പറഞ്ഞു ദൈവസന്നിധിയിൽ പ്രത്യാശയുടെ വാക്കുകൾ പങ്കുവെച്ച് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുവാനാണ്. കർത്താവിന് മഹത്വം. നമ്മള് വളരെ സുദീർഘമായ വചന കേൾവി, സാക്ഷ്യ കേൾവിയൊക്കെ ഈ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ അനുഭവിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് ഒരു വലിയ പ്രസംഗത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്നില്ല. എല്ലാവരും ഈ ശുശ്രൂഷ ആരംഭിച്ചിടം മുതൽ ആ സമയം മുതൽ ഇവിടെ വരെ കടന്നുവന്നിൽ സംബന്ധിക്കുന്നവരുണ്ട്. ഒരാളിന്റെയും ക്ഷമ പരിശോധിക്കാൻ ഞങ്ങളെ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒരു അന്ത്യ ശുശ്രൂഷ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് ആത്മാവിന്റെ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞതിന് സ്തോത്രം ചെയ്യാൻ ചില വാക്യങ്ങൾ ഞാൻ വായിച്ചതിന് ശേഷം ദൈവഭക്തന്മാർ അവരും വായിക്കാനായിട്ട് ചില വേദഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് കഴിഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് ശുശ്രൂഷ നിർത്തുക. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. സകല ജലവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ പുതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ.
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. ദൈവഭക്തന്മാർ തുടർന്നുള്ള എഴുതിയ ഒന്നാം ലേഖനം 15-ാം 35 വാക്യങ്ങൾ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർത്തുന്നു എന്നും ഏതുവിധം ശരീരത്തിലൂടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മത്സ്യവും അവിടെ തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃത മക്കളെ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവൻ, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരിൽ ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ ധരിച്ചത് പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിച്ചു. 50 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തേക്ക് പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടെ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ജ്വലിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മദ്യമായത് അമർത്യത്വത്തെയും ധരിക്കാം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മദ്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേതിന്റെ ജയം എവിടെ? ഹേ മരണമേതിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തുന്നു. കർത്താവിന്റെ പ്രത്യക്ഷവരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ കർത്താവിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ ജീവിച്ച് വിശുദ്ധി സൂക്ഷിച്ച് ജീവിച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ട നമ്മുടെ രമണീയന്മാർ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് കർത്താവിനോടൊപ്പം എടുക്കപ്പെടാൻ അവസരം ലഭിച്ചാൽ ഒരുമിച്ച് കാണാം എന്ന് പ്രത്യാശയോടെ നമുക്ക് ഈ സമയം ആരെങ്കിലും ഈ ബോഡി കാണാൻ ഇനിയും അവശേഷിക്കുന്നെങ്കിൽ ആ കാണാനുള്ള അവസരമാണ് വേർതിരിക്കുന്നത്. ഈ ഭൗതിക ശരീരം ദർശിക്കാൻ
ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മുഖം പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവനെ മഹത്വം കൊടുക്കാം. കുഞ്ഞാണിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാമയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട് കുഞ്ഞാണിന്റെ കല്യാണസദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളും മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. വിശുദ്ധ വചനം പോലെ മണ്ണിനെ മണ്ണായും പൂഴിക്ക് പൂഴിയായും ചാരത്തിനെ ചാരുമായും ഈ മൃതദേഹം ഭൂമിക്ക് ഈർപ്പിക്കുന്നു. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ യോഗ്യരിലേപ്പാൻ എഴുന്നേറ്റ് വരും. സാറാമ സഖറിയ, രമണിക്കുട്ടി എന്നറിയപ്പെടുന്ന നിന്നെ കർത്താവായ യേശു തന്റെ വിശുദ്ധ ജനത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അന്ത്യ കാഹളധ്വനിയുമായി വരുമ്പോൾ ഉയർത്തു വരുവാനായി ഇവിടെ സംസ്കരിക്കുന്നു. അവന്റെ കാഹളം ധനിക്കുമ്പോൾ നീയും ഇവിടെ നിന്ന് ഉയർത്ത് നിന്റെ നാഥനെ എതിരേറ്റുകൊള്ളുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. കർത്തൃകാഹളം
സാന്നിധ്യം നമ്മുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യാം. സകലാഗ്രഹങ്ങളെയും കവിയുടെയും സമാധാനം ഉച്ചത്തിലായിരിക്കുന്ന നമ്മുടെ മേൽ പകരപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. ജോഡി പാസ് പ്രാർത്ഥിച്ച് തോമസ് മാത്യു പാസ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ അനുഗ്രഹമായി നടത്തുവാൻ ദാസന്മാരെ പ്രയോഗിച്ചതിനായി സ്തോത്രം. ശേഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ദാസന്റെ ദേഹാഭിയോഗത്തുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. കുടുംബാംഗങ്ങളുടെ സമാധാനം നമ്മൾ നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ പ്രത്യാശയുള്ളവരായി ജീവിപ്പാന്തയാക്കണമേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, ഇതിനെ വിശ്വസിപ്പീൻ. പിതാവിന് മനസ്സിലെ വാസ്തവം കൊണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇങ്ങനെ നിങ്ങളിരുത്തുന്നത് പിന്നെയും എന്നെ ചേർത്തുകൊള്ളാം. നല്ലച്ചു ധർമ്മനാഥന്റെ വാക്കുകളെ കേട്ടനുസരിച്ചുകൊണ്ട് ശക്തരായി നിൽപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണം പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയിൽ ആദ്യം ദിവസാലിത്യം പകർന്നതിനായി സ്തോത്രം. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. ദൈവദാസന്മാരെ സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിത്യാശ്വാസം കൊണ്ട് നമ്മൾ നിറയ്ക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച ഇതിനു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സൂക്ഷിപ്പും പരിപാലനവും സമാധാനവും വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയരാജാന്റെ കുഞ്ഞുങ്ങളുടെ മേലും കൂടപ്പെട്ടവരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുവാനാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഒരു റിഫ്രഷ്മെന്റ് തയ്യാർ ചെയ്തിട്ടുണ്ട്, അതിൽ പങ്കെടുക്കണം. ദൂരെ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികളും രായിച്ചാന്റെ ഭവനത്തിൽ വന്നതിന് ശേഷം മാത്രമേ പോകാവൂ. സഭാവിശ്വാസികൾ എല്ലാവരും അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കടന്നു പോകുവാനും ദൈവനാമത്തിൽ അറിയിക്കുന്നു. കുടുംബാംഗങ്ങളായി ദൂരെ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ സംബന്ധിച്ചിട്ട്